നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങൾ ആഘോഷിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഞാനൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്നും വിചാരിക്കുക. നിങ്ങൾക്ക് എന്നെയും അറിയാം, എൻ്റെ ബോസിനെയും അറിയാം. സ്വാഭാവികമായും എൻ്റെ ബോസ് എന്നേക്കാൾ വളരെയേറെ പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കുമെന്ന് സംശയമില്ലാത്ത കാര്യമാണല്ലോ. അപ്പോൾ നിങ്ങൾ ആ പ്രധാനപ്പെട്ട ആഘോഷത്തിലേക്ക് എന്നെ ക്ഷണിക്കുമോ അതോ എൻ്റെ ബോസിനെ ക്ഷണിക്കുമോ? തീർച്ചയായും എൻ്റെ ബോസിനെ ആയിരിക്കും നിങ്ങൾ ക്ഷണിക്കുക. ഇവിടെ അതുതന്നെയാണ് മൈ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ് ചെയ്തിരിക്കുന്നത്. മോദിയെ ക്ഷണിച്ചില്ല, പക്ഷേ അംബാനിയെ ഇന്ന് നടക്കുന്ന തൻ്റെ ഇനാഗുറേഷനിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ട്രംപ്. ഇന്ന് ഉച്ചയ്ക്ക് പ്രാദേശിക സമയം 12 മണിക്കാണ് ട്രംപിന്റെ ഇനാഗുറേഷൻ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതായത് ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാത്രി 10:30. മുകേഷ് അംബാനിയെയും ഭാര്യയെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിനെ കുറിച്ച് വളരെയേറെ ഇന്ത്യൻ മീഡിയകളിൽ വാർത്ത വന്നിരുന്നു. ഇത് മണി കൺട്രോളിൽ വന്ന വാർത്ത. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മുകേഷ് നീത അംബാനിമാർ ജനുവരി 20 നടക്കുന്ന ട്രംപിന്റെ ഇനാഗുറേഷനിൽ പങ്കെടുക്കും എന്ന്. അതുപോലെ ആ ഹെഡിങ്ങിന്റെ താഴെയായി പറഞ്ഞിരിക്കുന്നത് ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിലും അതിനുശേഷം വൈസ് പ്രസിഡന്റ് ഇലക്ട് JD വാൻസും ഭാര്യയുമായുള്ള ഒരു ക്ലോസ് ഇന്ററാക്ഷനിലും ഇവർ പങ്കെടുക്കും എന്നാണ്. അത് ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളൂ. ട്രംപുമായുള്ള ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിലും വൈസ് പ്രസിഡന്റും ഭാര്യയുമായുള്ള ഒരു ക്ലോസ് ഇന്ററാക്ഷനിലും പങ്കെടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് മറ്റൊരു ഇന്ത്യൻ മാധ്യമത്തിൽ വന്ന വാർത്ത. ഇതിലും പറഞ്ഞിരിക്കുന്നത് മുകേഷ് നീത അംബാനിമാർ ട്രംപിന്റെ ഇനാഗുറേഷനിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ ഇനാഗുറേഷന്റെ തലേദിവസം നടക്കുന്ന ട്രംപുമായുള്ള ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിലും അതിനുശേഷം വൈസ് പ്രസിഡന്റ് ഇലക്ട് JD വാൻസും ഭാര്യയുമായുള്ള ഒരു ഇന്റിമേറ്റ് എക്സ്പീരിയൻസിലും ഇവർ പങ്കെടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് മറ്റൊരു ഇന്ത്യൻ മാധ്യമത്തിൽ വന്ന വാർത്ത. ഇതിലും അതുതന്നെ പറഞ്ഞിരിക്കുന്നു. ന്യൂസ് 18 വന്ന ഈ വാർത്തയിലും ഇവർ ട്രംപിന്റെ ഇനാഗുറേഷനിൽ പങ്കെടുക്കുന്ന കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ബിസിനസ് സ്റ്റാൻഡേർഡിൽ വന്ന ഈ വാർത്തയിലും പറഞ്ഞിരിക്കുന്നത് ക്യാബിനറ്റ് റിസപ്ഷനിലും വൈസ് പ്രസിഡന്റിന്റെ ഡിന്നറിലും അംബാനിമാർ പങ്കെടുക്കും. ട്രംപുമായുള്ള ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, വൈസ് പ്രസിഡന്റ് ഇലക്ട് JD വാൻസും ഭാര്യയുമായുള്ള ഒരു ഇന്റിമേറ്റ് എക്സ്പീരിയൻസ് എന്നിവയിലും അംബാനിമാർ പങ്കെടുക്കും. ഇവിടെ ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്ന വാർത്തയിലും ഇതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിന്റെ ഇനാഗുറേഷൻ, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഇവയിലൊക്കെ പങ്കെടുക്കുമെന്ന്. അപ്പോൾ എല്ലാ വാർത്തയിലും പറഞ്ഞിരിക്കുന്നത് ഈ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, വൈസ് പ്രസിഡന്റ് ഭാര്യയുമായുള്ള ഒരു ഇന്റിമേറ്റ് എക്സ്പീരിയൻസ് ഇവയിൽ അംബാനിമാർ പങ്കെടുക്കും എന്നാണ്. എന്തൊരു പണിയാണ് ട്രംപ് മോദിക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കണം. മോദിയെ ക്ഷണിച്ചില്ല, മോദിയുമായി ഇതുവരെ ഒന്ന് സംസാരിക്കുക പോലും ചെയ്തില്ല ട്രംപ്. വളരെയേറെ പേരാണ് ഇതിനെ ട്രോളി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അതുൽ കാസ്ത്രി എന്നയാൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ രാജാവും രാജ്ഞിയും ട്രംപിന്റെ ഇനാഗുറേഷനിൽ പങ്കെടുക്കും എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമെന്ന്. അഭിഷേക് ഗോയൽ എന്നയാൾ പറഞ്ഞത് ഇന്ത്യയുടെ 50% യഥാർത്ഥ പ്രധാനമന്ത്രിയായ മുകേഷ് അംബാനിയെ ട്രംപ് തന്റെ ഇനാഗുറേഷന് ക്ഷണിച്ചു. മറ്റേ 50% പ്രധാനമന്ത്രിക്ക് അമേരിക്കയ്ക്ക് പോകാൻ സാധിക്കില്ല, കാരണം അയാൾക്കെതിരെ അറസ്റ്റ് വാറന്റ് ഉണ്ട്. ട്രംപിനറിയാം ഇങ്ങനെയുള്ള ഹൈ ലെവൽ ഗാദറിങ്ങിൽ മോദിയെപ്പോലെ ഒരാൾ പങ്കെടുക്കാൻ യോഗ്യനല്ല എന്ന്. കാരണം അദ്ദേഹം തന്റെ ഭാര്യയെ ഉപേക്ഷിച്ചു, ഇംഗ്ലീഷ് അറിയില്ല, ടെലിപ്രോംപ്റ്റർ ഇല്ലെങ്കിൽ വിഡ്ഢിത്തമേ പറയൂ, ക്ഷണിച്ചു കഴിഞ്ഞാൽ അദാനിയുടെ വിസിറ്റിംഗ് കാർഡ് അവിടെ വന്നവർക്ക് വിതരണം ചെയ്യും. BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ഒരു കരുണയും ഇല്ലാതെയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെ ട്രോളുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മോദിയുടെ വെയിറ്റർ, അതായത് വിദേശകാര്യമന്ത്രി S ജയശങ്കർ മോദിക്ക് ഇൻവിറ്റേഷൻ ഒപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്കയിൽ കിടന്ന് നിരങ്ങിയത് വഴി ഇന്ത്യയുടെ ആത്മാഭിമാനമാണ് നശിപ്പിച്ചിരിക്കുന്നത്. മോദിയുടെ പോപ്പുലാരിറ്റി ഇന്ത്യയിൽ കുത്തനെ ഇടിയുകയാണ് എന്ന് ട്രംപിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വെയിറ്ററെ വെറും ഒരു അലക്കുകാരനായി വാഷിംഗ്ടണിൽ ഉള്ളവർ പരിഗണിച്ചത്. അത് വെയിറ്റർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു എങ്കിലും ഭാരതമാതാവിന് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് എക്സിൽ കുറിച്ചതാണ് ഇത്. വാഷിംഗ്ടണിൽ നടന്ന ഒരു പ്രൈവറ്റ് റിസപ്ഷനിൽ മുകേഷ് നീത അംബാനിമാർ ഇനാഗുറേഷന് മുന്നോടിയായി പ്രസിഡന്റ് ഇലക്ട് ട്രംപിന് ആശംസകൾ നേർന്നു. ഇന്ത്യയും അമേരിക്കയുമായുള്ള ബന്ധം ദൃഢം ആകുമെന്ന് പരസ്പരമുള്ള വിശ്വാസത്തിൽ അവർ അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രസിഡൻസി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും അതുവഴി രണ്ട് രാജ്യങ്ങളുടെയും ഇടയിലുള്ള സഹകരണവും പുരോഗതിയും വർദ്ധിക്കുന്നതിന് ഉള്ള വഴി തെളിക്കുകയും ചെയ്യട്ടെ എന്ന് ആശിക്കുന്നു. ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങൾ അവർ പങ്കുവയ്ക്കുകയും ചെയ്തു. ഞായറാഴ്ച നടന്ന ഈ പരിപാടിയുടെ ഒരു വീഡിയോ ക്ലിപ്പും അവർ പങ്കുവച്ചു. അത് കണ്ടുകൊള്ളൂ.
the mainstream party. And very importantly, ഇവിടെ അംബാനിയും ട്രംപും കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രവും അതിന് താഴെ അദാനിയും മോദിയും ഇത് കണ്ട് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു ചിത്രവും ഒരു യൂസർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതാണ് ഇത്. കേരളത്തിലെ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഈ ചിത്രം പങ്കുവച്ചുകൊണ്ട് വളരെ രസകരമായി പറഞ്ഞിരിക്കുന്നത്, ചങ്ക് പൊട്ടുന്ന കാഴ്ചകളാണ് വാഷിംഗ്ടൺ DC നിന്നും വരുന്നത്. ദയവായി ഒരു മര്യാദയുടെ പേരിൽ നരേന്ദ്രമോദിയെ ഈ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് ടാഗ് ചെയ്യരുത് എന്ന്. ഓർക്കണം, ട്രംപിന് വേണ്ടി ശതകോടികൾ മുടക്കി തെരുവുകളെല്ലാം ടാർപോളിൻ കൊണ്ട് മറിച്ച് ഗുജറാത്തിൽ വെച്ച് നമസ്തേ ട്രംപ് നടത്തിയ ആളാണ് മോദി. അതിൽ വെച്ച് മോദി എന്റെ സുഹൃത്ത്, ഇന്ത്യയുടെ സുഹൃത്ത്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ ഈ വീഡിയോ കാണുമ്പോൾ ഓരോ ഇന്ത്യക്കാരന്റെയും മോദിയുടെയും ചങ്ക് പൊട്ടണം. My friend, India's friend, the President of the United States of America, Mr. Donald Trump. ഇത്ര അടുത്ത സുഹൃത്തായി മോദി കണ്ടിരുന്ന ട്രംപ് ഇതുപോലെ മോദിയെ അവഗണിക്കുക എന്ന് വെച്ചാൽ വളരെ മര്യാദയില്ലായ്മയാണ് എന്ന് പറയാതെ വയ്യ. അതുപോലെ തന്നെ മോദി അമേരിക്കയിൽ ചെന്ന് ട്രംപിന് വേണ്ടി ഇലക്ഷൻ പ്രചാരണം നടത്തുകയും അടുത്ത പ്രാവശ്യം ട്രംപിന്റെ സർക്കാർ എന്ന് പറയുകയും ചെയ്തതാണ്. ഇതെല്ലാം മറക്കാൻ എങ്ങനെ കഴിയുന്നു എന്റെ ഡോണൾഡ് ട്രംപേ? നിങ്ങൾ എങ്ങനെയാണ് ഇത്ര മനസാക്ഷി ഇല്ലാത്തവനായി മാറിയത്? നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച മോദിയെ ഇങ്ങനെ വഞ്ചിക്കാൻ? ഇനി അദാനിയുടെ NDTV കൊടുത്ത വാർത്ത കണ്ടോ? ട്രംപ് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ചൈനീസ് പ്രസിഡന്റ് ഷിയുമായി ഫോണിൽ സംസാരിച്ചു എന്ന്. ചൈനീസ് പ്രസിഡന്റിനെ ട്രംപ് നേരിട്ട് ഫോൺ വിളിച്ച് ഇനാഗുറേഷന് ക്ഷണിച്ചതാണ്. എന്നാൽ അദ്ദേഹം ആ ക്ഷണം നിരസിക്കുകയാണ് ഉണ്ടായത്. ഇവിടെ ഒരു ക്ഷണത്തിനു വേണ്ടി ഒരു വാക്ക് പറയാൻ വേണ്ടി കാത്തിരുന്ന മോദിയെ ആകട്ടെ, തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞ് ഇത്ര നാളായിട്ടും ഒരിക്കൽ പോലും ഒന്ന് ഫോണിൽ വിളിക്കാനുള്ള മര്യാദ പോലും ട്രംപ് കാണിച്ചിട്ടില്ല. NDTVയുടെ ഈ വാർത്തയിലും ഹിന്ദിയിൽ പറഞ്ഞിരിക്കുന്നത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനു മുൻപ് ട്രംപ് ചൈനീസ് പ്രസിഡന്റുമായി നേരിട്ട് ഫോണിൽ സംസാരിച്ചു എന്നാണ്. ഇതാണ് ട്രംപിന്റെ ഇനാഗുറേഷൻ ഒഫീഷ്യൽ പ്രോഗ്രാം കാർഡ്. അതിൽ ഏറ്റവും താഴെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് അനുഗ്രഹ പ്രഭാഷണങ്ങൾ നടത്തുന്നവരുടെ പേരുകളാണ്. യഹൂദ റബ്ബി, മുസ്ലിം ഇമാം, ഡിട്രോയിറ്റിലെ 180 ചർച്ചിലെ സീനിയർ പാസ്റ്ററായ ആഫ്രിക്കൻ അമേരിക്കൻ വംശജൻ ലോറൻസോ സീവൽ, പിന്നെ ഒരു കത്തോലിക്ക വൈദികൻ എന്നിവരാണ് ഈ അനുഗ്രഹ പ്രഭാഷണങ്ങൾ നടത്തുന്നത്. എന്നാൽ ഈ ലിസ്റ്റിൽ ഒരു ഹിന്ദു പുരോഹിതനെ ഉൾപ്പെടുത്താൻ അവർ മനസ്സ് കാണിച്ചില്ല. അമേരിക്കയിലെ പോപ്പുലേഷനിൽ 2.4% പേർ യഹൂദരും 1.34% പേർ മുസ്ലിങ്ങളും 1% ഹിന്ദുക്കളുമാണ് ഉള്ളത്. എന്നാൽ 2.4% യഹൂദരുടെ റെപ്രസെന്റേറ്റീവായി ഒരു റബിയെയും 1.34% മുസ്ലിങ്ങളുടെ റെപ്രസെന്റേറ്റീവായി ഒരു ഇമാമിനെയും അനുഗ്രഹങ്ങൾ നൽകാൻ ക്ഷണിച്ചപ്പോൾ 1% വരുന്ന ഹിന്ദുക്കളെ റെപ്രസെന്റ് ചെയ്ത് മര്യാദയുടെ പേരിൽ ഒരു ഹിന്ദു പുരോഹിതനെ വിളിക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ചും ട്രംപ് പലപ്പോഴും മുസ്ലിം വിരോധിയായി മുദ്രകുത്തപ്പെട്ട ആളാണ്. അതേ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ത്യയിലെ മോദി ഭക്തർ മോദിയെക്കാളും വലിയ ദൈവമായി ട്രംപിനെ കാണുന്നത്. ട്രംപിന് വേണ്ടി ഇന്ത്യയിൽ വളരെയേറെ മന്ദഭക്തർ പൂജകൾ വരെ നടത്തിയവരാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അംബാനിമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ലിസ്റ്റ് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തോളണം എന്ന്. ഇന്ത്യയിലെ മീഡിയകളെ സമ്മതിക്കേണ്ടതാണ്. എന്നാൽ സത്യം എന്താണ് എന്ന് വെളിപ്പെടുത്തേണ്ടത് എന്റെ കടമയാണ്. ഇന്ത്യയിലെ മീഡിയകളെല്ലാം അംബാനിമാരെ ട്രംപിന്റെ ഇനാഗുറേഷൻ കമ്മിറ്റി ക്ഷണിച്ചു എന്ന രീതിയിലാണ് വാർത്തകൾ നൽകിയത്. എന്നാൽ ഇതിന്റെ വാസ്തവം എന്താണെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ഇതാണ് ട്രംപ് വാൻസ് ഇനാഗുറേഷൻ കമ്മിറ്റി. ജനുവരി 17 വെള്ളിയാഴ്ച മുതൽ ജനുവരി 20 തിങ്കളാഴ്ച വരെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് ഓരോ പരിപാടികൾക്കായി ചാർജ് ചെയ്യുന്ന തുകയുടെ ഔദ്യോഗിക ലിസ്റ്റ്. ഇതിൽ ഏറ്റവും കൂടിയ തുകയായ $1 മില്യൺ നൽകുകയോ അല്ലെങ്കിൽ $2 മില്യൺ ഇതിനുവേണ്ടി റേസ് ചെയ്യുകയോ ചെയ്യുന്നവർക്ക് ലഭിക്കുന്നത് 6 ടിക്കറ്റ്, ക്യാബിനറ്റ് റിസപ്ഷനിലേക്ക് 6 ടിക്കറ്റ്, വൈസ് പ്രസിഡന്റ്സ് ഡിന്നറിലേക്ക് 2 ടിക്കറ്റ്, ഞായറാഴ്ച നടന്ന വൺ അമേരിക്ക വൺ ലൈറ്റ് പരിപാടിയിലേക്ക് 6 ടിക്കറ്റ്, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിലേക്ക് 6 ടിക്കറ്റ്. അതായത് ഏതാണ്ട് 9 കോടി രൂപ ഈ ഇനാഗുറേഷൻ കമ്മിറ്റിക്ക് നൽകുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഇനാഗുറേഷൻ കമ്മിറ്റിക്ക് വേണ്ടി 18 കോടി രൂപ സമാഹരിക്കുന്നവർക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ. ഓർക്കുന്നുണ്ടല്ലോ, ക്യാബിനറ്റ് റിസപ്ഷൻ, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, വൈസ് പ്രസിഡന്റുമായുള്ള ഇന്റിമേറ്റ് എക്സ്പീരിയൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് എന്ന്. അദാനിക്ക് അമേരിക്കയിൽ കാലുകുത്താൻ സാധിക്കില്ല. അയാൾക്കെതിരെ അമേരിക്കയിൽ അറസ്റ്റ് വാറന്റ് ഉള്ളതിനാൽ അമേരിക്കയിൽ കാലുകുത്തുന്ന നിമിഷം അദാനിയെ അറസ്റ്റ് ചെയ്യും. അതിനാൽ ഇന്ത്യയുടെ 50% പ്രധാനമന്ത്രിയായ
അദാനിക്ക് ഇതിലേക്ക് കാശ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങാൻ സാഹചര്യമില്ല. ആ സാഹചര്യം മുതലെടുത്ത് ബാക്കി വരുന്ന 50% പ്രധാനമന്ത്രിയായ അംബാനി തന്റെ കയ്യിലെ ഒരു രോമത്തിന്റെ വില പോലുമില്ലാത്ത 9 കോടിയോളം രൂപ പുല്ലുപോലെ എടുത്തു കൊടുത്താണ് ഇതിൽ പങ്കെടുക്കാനുള്ള അവസരം നേടിയത്. അല്ലാതെ ട്രംപിന്റെ ടീം ക്ഷണിച്ചതുകൊണ്ടല്ല. അതാണ് അതിന്റെ വാസ്തവം. പി ഗുരൂസ് എന്ന മാധ്യമത്തിൽ ഇതിനെക്കുറിച്ച് വന്ന വാർത്തയാണ് ഇത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മുകേഷും നിത അംബാനിയും $1 മില്യൺ കൊടുത്ത് ട്രംപിന്റെ ഇനാഗുറേഷനുള്ള ടിക്കറ്റ് വാങ്ങി എന്ന്. കാനഡയിൽ താമസിക്കുന്ന പ്രശസ്ത എഴുത്തുകാരനായ ജാസ് ഒബിറോയും ഇത് വളരെ വ്യക്തമായി വെളിപ്പെടുത്തിക്കൊണ്ട് ചെയ്ത ട്വീറ്റാണ് ഇത്. ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ മീഡിയകൾ മുകേഷ് അംബാനി ട്രംപിന്റെ ഇനാഗുറേഷനിൽ പങ്കെടുക്കുന്നത് ഇന്ത്യക്ക് കിട്ടുന്ന വലിയ ആദരവായിട്ടാണ് കാണിച്ചത്. എന്നാൽ അതിന്റെ യഥാർത്ഥ സത്യം അവർ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു. ഇത് ഒരു പെയ്ഡ് ഇവന്റ് ആണ്. ഇത് അംബാനിമാരെ ക്ഷണിച്ചതല്ല. അവർ $1 മില്യൺ, അതായത് 8.65 കോടി രൂപ മുടക്കിയാണ് ഇതിനുള്ള ടിക്കറ്റ് വാങ്ങിയത്. ഇത് ഗാർഡിയൻ എന്ന ബ്രിട്ടീഷ് ന്യൂസ് പേപ്പറിൽ വന്ന വാർത്തയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ട്രംപ് വാൻസ് ടീമിന്റെ ഇനാഗുറേഷന് പങ്കെടുക്കാനുള്ള ചിലവ് ഇരട്ടിയായിരിക്കുകയാണ്. പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായുള്ള ഡിന്നറിന് മുടക്കേണ്ട തുക കഴിഞ്ഞ പ്രാവശ്യത്തെ $5 ലക്ഷം നിന്ന് $10 ലക്ഷം, അതായത് $1 മില്യൺ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പി ഗുരൂസിൽ വന്ന ഈ വാർത്തയിലും പറഞ്ഞിരിക്കുന്നത് $1 മില്യൺ മുടക്കിയാണ് അംബാനിമാർ ഈ ടിക്കറ്റ് വാങ്ങിയത് എന്നും ഇനാഗുറേഷന് 2 ദിവസം മുൻപ് ജനുവരി 18 അവർ വാഷിംഗ്ടൺ DC-യിൽ എത്തി എന്നുമാണ്. പിന്നെ പങ്കെടുക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണ് എന്നുള്ളതും പറഞ്ഞിരിക്കുന്നു. ഇതുവരെ ഈ ഇനാഗുറേഷൻ കമ്മിറ്റി $180 മില്യൺ സമാഹരിച്ചിട്ടുണ്ട്. അത് 200 മില്യൺ കടക്കും എന്നും അത് ജോ ബൈഡന്റെ 2020 ഇനാഗുറേഷൻ പരിപാടിക്ക് സമാഹരിച്ച തുകയുടെ 3 ഇരട്ടിയോളം വരും എന്നും പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഇവരുടെ ഈ വാർത്തയുടെ 2ാമത്തെ പാരഗ്രാഫിന്റെ ഏറ്റവും അവസാന സെന്റൻസിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇതിന് ക്ഷണിച്ചില്ല എന്ന്. എന്നാൽ ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബാൻ, ബ്രസീലിന്റെ മുൻ പ്രസിഡന്റ് ജെയർ ബോൾസനാരോ, എൽസാവദോറിന്റെ പ്രസിഡന്റ് നായിബ് ബുക്കേലെ, അർജന്റീനയുടെ പ്രസിഡന്റ് ഹാവിയർ മിലായി എന്നിവർ ഇതിൽ പങ്കെടുക്കും. ഇവരെയൊക്കെ ട്രംപ് നേരിട്ട് ഫോണിൽ വിളിച്ച് ക്ഷണിച്ചതാണ്. അതുപോലെ ഇവരിൽ പലരെയും തന്റെ വിജയത്തിന് ശേഷം ട്രംപ് സ്വന്തം വസതിയിലേക്ക് ക്ഷണിച്ച് കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ചൈനീസ് പ്രസിഡന്റ് പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിരുന്നെങ്കിലും ട്രംപിന്റെ നിർബന്ധത്തെ തുടർന്ന് ഒരു സീനിയർ പ്രതിനിധിയെ അയക്കാൻ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അത് വൈസ് പ്രസിഡന്റ് ഹാൻ സെങ്ങോ വിദേശകാര്യമന്ത്രി വാങ് ലിയോ ആകാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ട്രംപ് മോദിയെ മനഃപൂർവ്വം മാറ്റി നിർത്തുകയാണ്. ട്രംപ് വിജയിച്ചതിന് ശേഷം മോദി ടെലിഫോണിൽ നേരിട്ട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ട്രംപ് അതിന് സമ്മതിച്ചില്ല. ഇതുവരെ മോദിക്ക് ട്രംപുമായി സംസാരിക്കാൻ ഒരവസരം പോലും നൽകിയില്ല. മറ്റു പല രാജ്യങ്ങളിലെയും ആളുകളുമായി പല പ്രാവശ്യം ട്രംപ് ടെലിഫോണിൽ ബന്ധപ്പെട്ടു. എന്നാൽ ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി ഇതുവരെ ഒരു കമ്മ്യൂണിക്കേഷനും നടത്തിയില്ല. അദ്ദേഹത്തെ ക്ഷണിച്ചില്ല. ഏറെ വിലപേശലുകൾക്കും ലോബിയിങ്ങിനും ശേഷമാണ് ജയശങ്കർ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇനാഗുറേഷൻ കമ്മിറ്റി സമ്മതം മൂളിയത്. മോദിയുടെ കള്ളക്കളികളും ഫേക്ക് ഇമേജും എല്ലാം ട്രംപിന് വ്യക്തമായി മനസ്സിലായി എന്ന് വേണം ഇതിൽ നിന്ന് അനുമാനിക്കാം. ലോകം മൊത്തം ആദരിക്കപ്പെട്ടിരുന്ന ഒരു രാജ്യത്തിനാണ് ഇപ്പോൾ ഈ ദുരവസ്ഥ വന്നിരിക്കുന്നത് എന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ് എന്ന് പറയാതെ വയ്യ.